ഗിൽഗാൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, അവിടെ നിന്നയെ ഉരുട്ടി മാറ്റുന്ന ഒരു അനുഭവമാണ് ഗിൽഗാലിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്നത്, നീ എവിടെയെല്ലാം ഏതെല്ലാം മേഖലകളിൽ അപമാനവും നിന്നയും അനുഭവിച്ചിട്ടുണ്ടോ ആ നിന്നയെല്ലാം ആത്മാവ് മാറ്റാൻ പോവുകയാണ്. ഗിൽഗാലിൻ്റെ നിന്ന മാറുന്നത് എന്താണ്? നിന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിന്ന എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കർത്താവിന് വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള വ്യക്തികളും നമ്മളെ അപമാനിക്കും, നിന്ദിക്കും, പരിഹസിക്കും, പലതും നമുക്ക് ലഭിക്കത്തില്ല, വീട്ടുകാർ നമ്മളെ കൈവിടും, അങ്ങനെയുള്ള നിന്ദകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവവചനം പഠിക്കുമ്പോൾ ആദാം എന്ന് പറയുന്ന ആദ്യം ആ മനുഷ്യൻ, ആ വ്യക്തിയാണ് ലോകത്തിൽ ആദ്യമായി നിന്ദിക്കപ്പെടുന്നത്, അപമാനം അനുഭവിക്കുന്നത്, തലകുനിച്ച് നിൽക്കുന്നത്. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. തന്നെ ഏദൻ തോട്ടം ഏൽപ്പിച്ച് അവിടെ വലിയൊരു ഗ്ലോറി ഇറങ്ങി നിൽക്കുകയാണ്. ആ ഗ്ലോറിക്കകത്ത് നിന്നും സാത്താൻ്റെ ശബ്ദം കേട്ട് പാപം ചെയ്ത് ദൈവജയ നഷ്ടപ്പെട്ടവനായി ആദാമും ഹവ്വയും ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ, കടക്ക് പുറത്തെന്ന് പറഞ്ഞ് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ആ ഏദൻ തോട്ടത്തിനകത്ത് പുറത്താക്കിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുനിച്ച് നിന്ന ആദാമിൻ്റെ അനുഭവം, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിന്ന. പ്രൈസ് ദി ലോർഡ്. ആ നിന്നയാണ് കർത്താവായ യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനായി ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏത് വിശ്വാസിയുടെ ജീവിതത്തിലും ഗിൽഗാലിൻ്റെ അനുഭവം ഉണ്ടാകുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ആദാമ്യ പാപം നമുക്ക് വരുത്തി വെച്ച ദൈവത്തിൻ്റെ സന്നിധിയിലും ഒരു മനുഷ്യനും ഭാവി എന്ന് മുദ്രയടിക്കപ്പെട്ട സകല മനുഷ്യനും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആദ്യം സംഭവിക്കപ്പെടുന്നത്, ആ ലോകത്തിൻ്റെ സകല മാനവരാശിയും നമുക്കുണ്ടായ നിന്ന് മാറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്.